ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാനിപ്പം ഇന്ന് ലേറ്റായിട്ടാണ് എണീറ്റത്. 6:30 ആയപ്പോഴാണ് എണീറ്റത്. കാരണം 2-3 ദിവസം സ്കൂളിൽ പോകണ്ടായിരുന്നല്ലോ കാശുമോന്. അപ്പോൾ പിന്നെ ഇന്നങ്ങ് ഉറങ്ങിപ്പോയി. അലാറം അടിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങി. അപ്പോൾ 6:30 ആയപ്പോഴാണ് എണീറ്റത്. അപ്പോൾ എണീറ്റപ്പോഴത്തേക്ക് നല്ല വെട്ടമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ സമയം ഒട്ടും കളയാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോയി കാശുമോനുള്ള പാലങ്ങ് തിളപ്പിച്ചു കേട്ടോ. പിന്നെ ഞാൻ ക്യാബേജും ക്യാരറ്റും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സവാളയും അരിഞ്ഞ് പെട്ടെന്ന് അതൊന്ന് തോരനും വെച്ചെടുത്തു കേട്ടോ. അങ്ങനെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 2-3 ദോശയ്ക്കുള്ള മാവിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി അത് അച്ഛനും മക്കൾ കൂടി അത് കൊടുക്കാം. ഞാൻ വല്ല ഓട്സോ എല്ലാം കാച്ചാന്ന് കരുതിയിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാവ് അത്രയും വേസ്റ്റായി പോകും. അപ്പോൾ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനും സമയമില്ലായിരുന്നു. കാരണം ഇന്ന് ലേറ്റായിട്ടാണല്ലോ എണീറ്റത്. അതുകൊണ്ട് പിന്നെ 4-5 ദോശ ഉണ്ടായിരുന്നു. അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഇപ്പം രാവിലെ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ചിയാ സീഡ് ഇട്ടിട്ട് കുടിക്കാറുണ്ട് കേട്ടോ. കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടിപ്പം ഡെയിലി രാവിലെ ഞാൻ അതാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയുള്ള ചൂടുവെള്ളമാണ് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദോശയും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സമയം നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാശുമോന് ഒഴിച്ചേറി കൊണ്ടുപോകാൻ മോര് കാച്ചാന്ന് കരുതി കേട്ടോ. പിന്നെ ഞാൻ ദോശക്കല്ലെടുത്ത് ഇപ്പുറത്തെ അടുപ്പയിലോട്ട് വെച്ച്. കാരണം ഇപ്പുറത്തെ അടുപ്പയിൽ നല്ല തീയാണ്, അപ്പുറത്തെ അടുപ്പയിൽ ചെറിയ തീയുള്ളൂ കേട്ടോ. അപ്പോൾ മോര് കാച്ചാൻ വലിയ തീയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്ത് വെച്ചിട്ട് ദോശക്കല്ലെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ച് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് മോര് കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ സമയം 7:10 ആയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ടൈം ടേബിൾ അടുക്കി വെച്ചില്ല കേട്ടോ. ഞാൻ ഡെയിലി രാവിലെയാണ് ടൈം ടേബിൾ അടുക്കി വെക്കുന്നത്. കാരണം എന്നാലേ എനിക്കൊരു തൃപ്തിയുള്ളൂ കേട്ടോ. രാത്രി ഞാൻ ടൈം ടേബിൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ കാശിയുടേതായ രീതിയിൽ അതൊക്കെ എടുത്തൊന്ന് പെരുമാറും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി രാവിലെയാണ് ഞാൻ ടൈം ടേബിൾ അടുക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഫീസിൻ്റെ കാർഡാണ് കേട്ടോ. അത് കൈ കിട്ടിയിട്ട് 1 മാസമായി. അത് ഇന്നാണ് ഒന്ന് ഫില്ല് ചെയ്യുന്നത്. ഇന്നാണ് ഞാൻ അലമാരിയിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. കാരണം ഇന്ന് മോന് ഫീസ് അടയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തു. പിന്നെ കുറച്ച് മറ്റേ ടെക്സ്റ്റ് പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു ക്ലാസ് ടെസ്റ്റിൻ്റെ. അപ്പോൾ അതൊന്ന് സൈൻ ചെയ്ത് വിട്ടു. അപ്പോൾ പിന്നെ ഞാൻ കാശിയുടെ ടൈം ടേബിൾ എല്ലാം അടുക്കി വെച്ചു. പിന്നെ പൗച്ച് എന്നോട് പറഞ്ഞു പൗച്ച് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കൊണ്ടൊരു പൗച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇത് താണ്ടെ കാശുമോൻ്റെ പെൻസിലും റബ്ബറും കട്ടറും ഒക്കെ ഇട്ട് വെക്കുന്നതാണ്. ഞാൻ ഡെയിലി 2 പെൻസിൽ കൊടുത്തു വിടും. ചില സമയത്ത് വരുമ്പോൾ 2 പെൻസിലും തിരിച്ചു കൊണ്ടുവരും. ചില സമയത്ത് കാണത്തില്ല, ഒരെണ്ണേ കൊണ്ടുവരത്തുള്ളൂ. ഡെയിലി ഞാൻ വെട്ടിയാണ് കൊടുത്തു വിടുന്നത്. കാരണം കട്ടർ ഞാൻ അങ്ങനെ കൊടുത്തു വിടാറില്ല. റബ്ബറും 2 പെൻസിലും പിന്നെ സ്കെയിൽ കൊടുത്തു വിടുമായിരുന്നു. ഇപ്പോൾ സ്കെയിൽ കാണുന്നില്ല കേട്ടോ. നല്ല റബ്ബറിൻ്റെയൊക്കെ ഭംഗി കണ്ടില്ലേ. പിന്നെ ഞാൻ അത് തന്നെ അങ്ങ് കൊടുത്തു വിടും കേട്ടോ. അത് തീർന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് തന്നെ ഞാനങ്ങ് കൊടുത്തു വിടും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പുതിയതൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അതൊരു ശീലമായി പോകും. പഴയതൊന്നും ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റബ്ബർ തന്നെ കൊടുത്തു വിട്ടു കേട്ടോ. അത് 2ആയിട്ട് കീറിയതാണ്. 2ആയിട്ട് അത് പിച്ചി ചീന്തി എടുത്തതാണ്. അപ്പോൾ അത് തന്നെ ഞാൻ കൊടുത്തു വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് തീർന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ കാശുമോനെ വിളിച്ചുണർത്തിയിട്ടുണ്ടായിരുന്നു. കാശുമോൻ അതുപോലെ സോഫയിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ സിദ്ധു നല്ല ഉറക്കം കേട്ടോ. സിദ്ധു എന്താണെന്നറിയില്ല. സിദ്ധു വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് എണീറ്റിട്ട് പിന്നെ കിടന്ന് ഉറങ്ങിയതാണ്. എന്തായാലും ഒരു 8 മണിയായപ്പോഴും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് പോയി കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്യുവാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അയൺ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. കാരണം കഴിഞ്ഞ ദിവസം അയൺ ചെയ്ത ഒരു യൂണിഫോമിൻ്റെ പോക്കറ്റിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, മാസ്ക് ഒന്ന് ഞാൻ അയൺ ചെയ്തതാണ്. അപ്പോൾ മാസ്കിലെ ഫ്ലവറെല്ലാം കൂടി അയൺ ബോക്സിൽ കയറി പിടിച്ചു. അതോടെ ഞാനെടുത്ത് യൂണിഫോമിൽ വെച്ചത് ആ ഫ്ലവർ മൊത്തം യൂണിഫോമിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു വിധത്തിൽ അത് പെട്ടെന്ന് കൊണ്ടുപോയി കഴുകി ചിരണ്ടിയൊക്കെ കളഞ്ഞപ്പോൾ അത് കുറച്ച് പോയിട്ടോ. പിന്നെ ഞാൻ കാശുമോനെയും കുളിപ്പിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ സിദ്ധുവിനെ വിളിച്ചോളൂ കേട്ടോ. അവനങ്ങനെ ഉറങ്ങണ്ട, അവൻ എണീക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സിദ്ധുവിനെ കുത്തിപ്പൊക്കുന്നുണ്ട്. സാധാരണ ചേട്ടൻ എണീക്കുന്നതിന് മുമ്പേ അനിയന് എണീക്കുന്നതാണ്. ഇപ്പോൾ എന്തോ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും അനിയൻ കിടന്നങ്ങ് ഉറങ്ങിയത്.
പിന്നെ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. രണ്ടുപേരും ഇരിക്കത്തില്ല, ഒരു വിധത്തിൽ പിടിച്ചിരുത്തിയേക്കാണ്. പിന്നെ ഇന്ന് ദോശ, അതിൻ്റെ കൂടെ ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തി ആകുമ്പം കഴിക്കുമല്ലോ, അപ്പം കുഴച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും, അതുകൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ രാവിലെ ഞാൻ ഇവരെ കൊണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്, ഇവരെ കൊണ്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും കഴിപ്പിക്കത്തില്ല. എനിക്ക് വാരി കൊടുത്താലേ എനിക്കൊരു തൃപ്തി കാണത്തുള്ളൂ കേട്ടോ. ഉച്ചയ്ക്കത്തെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് തന്നെ കഴിക്കും, ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ്. പിന്നെ അവധിയുള്ള ദിവസം ഫുള്ള് ഞാനാണ് വാരി കൊടുക്കുന്നത്. എനിക്ക് എന്നാലേ ഒരു തൃപ്തി കാണത്തുള്ളൂ കേട്ടോ. തന്നെ കഴിക്കും, പക്ഷേ എനിക്കൊരു തൃപ്തി കാണത്തില്ല. പിന്നെ എന്താ ദോശയും പിന്നെ ഒരു ഗ്ലാസ് പാലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 മുറി ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട്, ബാക്കി വേണ്ടാന്ന് പറഞ്ഞു. ഇത് തന്നെ കഴിക്കുന്നത് മഹാഭാഗ്യമാണ്. അങ്ങനെ വലിയ ഇത് എന്താ പറയുന്നത്, നിർബന്ധിച്ചാണ് ഞാൻ തീറ്റിക്കുന്നത്. പിന്നെ തന്നെ സോക്സൊക്കെ അങ്ങ് ഇട്ടോളും കേട്ടോ. ഞാൻ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നോക്കി കറക്റ്റായിട്ട് അങ്ങ് ഇടും. അപ്പോൾ സിദ്ധു അവിടെ കിടന്ന് ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സിദ്ധുവിൻ്റെ ഇടയ്ക്കിലോട്ട് പോയതാണ്. അപ്പം അവൻ തന്നെ സോക്സൊക്കെ അങ്ങ് ഇട്ടോളും. പിന്നെ കുറച്ച് സമയം പിടിക്കും, ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് അവൻ അരമണിക്കൂർ കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും കുഞ്ഞ് തന്നെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ലഞ്ച് ബോക്സും സ്നാക്സും എല്ലാം എടുത്ത് അടുക്കി വെക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ സമയം ഒരു 8:10 കഴിഞ്ഞു. വോയിസ് ഓവർ കൊടുക്കാൻ നേരത്ത് സിദ്ധു നല്ല കരച്ചിലാണ് കേട്ടോ. എന്നെ കാണാനായിട്ടാണ്. ഞാനാണെങ്കിൽ ഒരു റൂമിൽ കയറി കഥ അടച്ചിരുന്നിട്ടൊക്കെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്താ പറയുന്നത്, നല്ല ബുദ്ധിമുട്ടാണ്. അവൻ ഉറങ്ങാൻ നേരത്താണെങ്കിൽ ഞാനും ചില സമയത്ത് അങ്ങ് മയങ്ങിപ്പോവും. പിന്നെ ഉണർന്നിരിക്കുന്ന സമയത്ത് അവൻ ബഹളമായിരിക്കും. പിന്നെ ഞാൻ റൂമിൽ കയറി കഥ അടച്ചിട്ടൊക്കെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അത്ര പാടുപെട്ടിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ സ്നാക്സും ലഞ്ചും എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അന്നേരത്തേക്ക് ചേട്ടന് വലിയ ബഹളം തുടങ്ങി. അവിടെ സിത്തു താഴെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കളിയാണ് കേട്ടോ. കാശി പറയും, ഞാൻ ഇനി വരുന്നിടം വരെ നീ എന്നെ നോക്കിയിരിക്കും എന്നൊക്കെ പറയും. ഇപ്പം കാശി എന്നൊക്കെ നല്ലപോലെ വിളിക്കും കേട്ടോ. കാശി എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കും. എപ്പോഴും അത് തന്നെ, കാശിയെ കണ്ടില്ലെങ്കിൽ അന്നേരം തുടങ്ങും കേട്ടോ. അങ്ങനെ പിന്നെ ബാഗൊക്കെ എടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോകണം കേട്ടോ. സമയമായിട്ടുണ്ട്, 8:18 ആയി. എല്ലാം പെട്ടെന്നാണ് ചെയ്യുന്നത് കേട്ടോ. രാവിലെ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ്, ഒരു യുദ്ധമാണ് രാവിലെ എണീക്കുന്നിടം തൊട്ട് സ്കൂളിൽ വിടുന്നിടം വരെ ഒരു യുദ്ധമാണ്. സിദ്ധു അതിനപ്പുറം യുദ്ധമാണ് കളിപ്പാട്ടങ്ങളുമായിട്ട്. പാവകളെല്ലാം എടുത്ത് നിരത്തും അങ്ങ്. ഞാനൊരു കോണി അടുക്കി വെക്കും, അവനൊരു കോണി നിരത്തും കേട്ടോ. പിന്നെ നമ്മൾ ഷൂ ഒക്കെ അവിടെയാണ് വെക്കുന്നത്. അപ്പോൾ ചാട്ടം തുടങ്ങിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, കാരണം മാൻ വരാറായി, വിളിച്ചിട്ട് വരുന്നുമില്ല. അതിന് ഞാൻ കിടന്ന് ബഹളം വെക്കുവാണ് കേട്ടോ. അവനോട് നമ്മളൊരു 100 വട്ടം പറയണം, വാ അതിങ്ങനെ കിടന്ന് ഓടി നടക്കും. ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഓട്ടം. പെരയ്ക്കകത്ത് 2 കൂടി കിടന്ന് ഓട്ടമാണ് കേട്ടോ. വേണ്ട ഒരു ചെരുപ്പ് എടുത്തുകൊണ്ട് അകത്തോട്ട് ഓടുകയാണ് സിദ്ധു, ചേട്ടൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഷൂ ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് വാൻ വന്ന് ഹോൺ അടിച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങളോടാ ഓട്ടമായിരുന്നു. അതിൻ്റെ പുറകിന് സിദ്ധു ഇറങ്ങി. അപ്പോഴത്തേക്ക് എനിക്ക് പേടിയായി. ഞാൻ കിടന്ന് മേളം വെച്ചപ്പം സോമു വന്ന് സിദ്ധുവിനെ എടുത്തുകൊണ്ട് പോയി കേട്ടോ. എന്നോടുള്ള ദേഷ്യമാണ് കേട്ടോ അവനെ കൊണ്ടുപോകാഞ്ഞതിന്. പിന്നെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു കേട്ടോ. സമാധാനിപ്പിച്ചിട്ട് പിന്നെ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നേ. തുണിയൊക്കെ കഴുകാനുള്ള എടുത്തിട്ടതാണ്. കാശിയുടെ എടുത്തിട്ടപ്പോഴത്തേക്ക് അതേ പിടിച്ചുകൊണ്ട് കാശി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. പിന്നെ ഞാൻ ഷീറ്റൊക്കെ മാറ്റി വിരിക്കണമായിരുന്നു. 2-3 ദിവസമായ ഷീറ്റാണ്. പിന്നെ വെയിൽ കണ്ടപ്പോൾ അതെല്ലാം അങ്ങ് വൃത്തിയാക്കാമെന്ന് കരുതി ഷീറ്റെല്ലാം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ബെഡൊക്കെ വിരിച്ചു, ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം തൂക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പോയി തുണിയൊക്കെ രാവിലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്, അതൊക്കെ ഒന്ന് വിരിക്കണം കേട്ടോ. നല്ല വെയിലാണ്. വെയിൽ കണ്ടുകൊണ്ടാണ് ഞാൻ എല്ലാം കഴുകിയിട്ടത്. പക്ഷേ നല്ല മഴയായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട്. പിന്നെ ഞാനാണെങ്കിൽ തുണി വിരിക്കാൻ പോയ സമയത്ത് തന്നെത്താനെ സിദ്ധു പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. വിശന്നിട്ടാന്ന് തോന്നുന്നു. കാരണം രാവിലെ കാശിയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷേ ഇന്ന് സമയമില്ലാഞ്ഞുകൊണ്ട് സിദ്ധുവിന് കൊടുത്തില്ല. അപ്പം ഞാൻ ആ കാര്യം ഇങ്ങനെ സൂമിൻ്റെ ഇടയ്ക്ക് പറയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് പിന്നെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, ആ സമയം കൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ പിന്നെ ഞാൻ കുറുക്കുണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. കുറച്ച് കുറുക്ക് കൊടുത്ത് നോക്കാമെന്ന് കരുതി അങ്ങനെ കുറുക്കുണ്ടാക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇത് അമൃതം പൊടി കുറുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അത് കഴിഞ്ഞ് കുറുക്കൊക്കെ റെഡിയാക്കി ആറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തൂത്ത് തുടയ്ക്കാമെന്ന് കരുതി. ഡൈനിങ് ടേബിളും പിന്നെ നമ്മുടെ ചെടിയിലെ വെള്ളം
കളിക്കാൻ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട്, അപ്പോൾ അതും പിടിച്ചുകൊണ്ട് കുറച്ച് നേരം നിന്നോളൂ എന്ന് കരുതിയിട്ടാണ് കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ട് കൊടുത്തത്. അങ്ങനെ പിന്നെ കുപ്പിയൊക്കെ ക്ലീൻ ചെയ്തു. നേരെ പിന്നെ ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് 10 മണിയൊക്കെ ആകുമ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, സ്റ്റിച്ചിങ്ങിൻ്റെ എംബ്രോയിഡറിയുടെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പം അതിൽ കയറണം. അപ്പോൾ അതിന് മുമ്പേ പറ്റുവാണെങ്കിൽ ജോലിയെല്ലാം ഒതുക്കണം. അങ്ങനെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി സിദ്ധുവിൻ്റെതാ ഇത് കയറി നിൽക്കുമോ. ഇവിടെ ഒരു അക്വേറിയം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് മീനുണ്ട്, അത്യാവശ്യം വലിയ മീനാണ് കേട്ടോ. അപ്പോൾ അതിനെ കാണാനൊന്നും പറ്റത്തില്ല, അതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എടുത്തിട്ട് അടിക്കും, ഗ്ലാസ്സുകൾ ഇങ്ങനെ ഇട്ട് തട്ടും മീൻ. അപ്പോൾ അതിന് അവനവിടെ പോയി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ എല്ലാം വാരി വലിച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് അടുക്കി വെക്കണം. അലമാരിക്കകത്തിരിക്കുന്ന ഹാങ്കർ സിറ്റോട്ടി കിടക്കുന്നു. ഇതൊക്കെ രാവിലത്തെ ഇന്നലെ വൈകുന്നേരത്തെയും പണിയാണ് കേട്ടോ, ഇങ്ങനെ എടുത്തിട്ട് നിരത്തുന്നത്. അങ്ങനെ പിന്നെ ഞാൻ എല്ലാം ഒന്ന് തൂത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ രാത്രിയാകുമ്പോൾ ഈ ചവിട്ടിയും എല്ലാം എടുത്ത് അകത്തിടും, കാരണം ഇവിടെ മിക്കവാറും പൂച്ച കയറും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ രാവിലെ എല്ലാം ഒന്ന് തൂത്ത് തുടയ്ക്കും. പിന്നെ ഇന്നലെ വൈകുന്നേരം നമ്മൾ തറയൊന്നും തുടച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തറയും കൂടി ഒന്ന് തുടച്ചെടുക്കണം. അപ്പം സിദ്ധു ഉറങ്ങുന്ന സമയം നോക്കിയിരിക്കാൻ പറ്റത്തില്ല, കാരണം സിദ്ധു ഉറങ്ങാൻ ഇന്ന് ഉച്ച കഴിയും. കാരണം ഇച്ചിരി താമസിച്ചാണല്ലോ എണീറ്റ്. അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴേ സിദ്ധു ഉറങ്ങത്തുള്ളൂ. അപ്പം ഞാൻ ആ സമയം കൊണ്ട് എല്ലാം ഒന്ന് തറയ്ക്ക് ഒന്ന് തുടയ്ക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ സിദ്ധുവിനെ TV വെച്ച് കൊടുത്തിട്ട് പേടിപ്പിച്ചിരുത്തിക്കോട്ടോ കേട്ടോ. തറയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തെന്നി വീഴും, അതുകൊണ്ട് അകത്ത് കയറുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുത്തിക്കുവാണ്. അപ്പം കുറച്ച് നേരം അവിടെ ഇരുന്നോളും കേട്ടോ. തറ തുടയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വെട്ടിക്കയറി ഇരുന്നോളും. കാല വെള്ളമാവും, പേടിപ്പിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അങ്ങ് ഇരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ പെട്ടെന്ന് തറയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി സിദ്ധുവിനെ കുളിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലാണ്, ഇപ്പം നല്ല വെയിലാണ്. ഇനി അടുത്ത പരിപാടി സിദ്ധുവിന് ഫുഡ് കൊടുക്കുക, സിദ്ധുവിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുക, ഇത്ര തന്നെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട്